Hi all, welcome to CCPLUS. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വളരെ സന്തോഷകരമായ കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളത്തിനോട് നിങ്ങൾ കൂട്ടുകാർക്ക് വളരെയധികം ഇഷ്ടമാണ് അല്ലേ? പലരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയമായിട്ട് മറ്റ് സബ്ജക്റ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ മലയാള ഭാഷയിൽ എഴുതണം, എങ്ങനെ മലയാള ഭാഷയിൽ സംസാരിക്കണം അല്ലെങ്കിൽ വായിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു പിടിപാടുമില്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടേത് അല്ലേ? അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാലത്തിൻ്റെ പോക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് മലയാള ഭാഷയിൽ കൂടുതൽ നല്ല ഉച്ചാരണത്തോടെ സംസാരിക്കുവാനോ, അതുപോലെ അക്ഷരത്തെറ്റില്ലാതെ എഴുതുവാനോ, അതുപോലെ അക്ഷരത്തെറ്റില്ലാതെ വായിക്കുവാനോ ഒക്കെ കഴിയാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മലയാള ഭാഷ എങ്ങനെ സ്വായത്തമാക്കാം, ഏതെല്ലാം രീതിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാം എന്നതിനെക്കുറിച്ച് ഒരു മികച്ച ക്ലാസ്സുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കിന് അടുത്തുള്ള CCPLUS നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാള ഭാഷ എങ്ങനെ നമുക്ക് പഠിക്കാം, അതായത് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്, നമ്മൾ എവിടെ തുടങ്ങിയാണ് തുടങ്ങേണ്ടത്. നമുക്കറിയാം, ആദ്യ സമയത്ത് നമ്മൾ LKG ക്ലാസ് തുടങ്ങിയാണ് നമ്മളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അല്ലേ? അപ്പോൾ ആ LKG ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ മലയാള അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലൂടെ നമ്മൾ അക്ഷരം പഠിക്കുന്നു. ഒപ്പം നമ്മളൊരു പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 5th 4th വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ മലയാള ഭാഷയുടെ ചെറിയ ചെറിയ ഘടകങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കവിതകൾ, കുഞ്ഞു കഥകൾ, ഇതൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, മിഡിൽ ക്ലാസ് തുടങ്ങി ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട്, അതായത് നിങ്ങൾക്ക് എഴുതാനും അല്ലെങ്കിൽ വായിച്ചിട്ട് എന്തെങ്കിലും ആശയം വ്യക്തമാക്കാനും ഒക്കെ കഴിവുകളുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ മലയാള ഭാഷയിൽ എഴുതാനുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് ചിലപ്പോൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. വേറൊന്നുമല്ല, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷയുടെ അക്ഷരങ്ങളുടെ പ്രത്യേകത എങ്ങനെ എഴുതണം, എവിടെയൊക്കെയാണ് കൂട്ടക്ഷരം വരേണ്ടത്, എവിടെയാണ് ദീർഘാക്ഷരം വരേണ്ടത്, അതുപോലെ ചില്ലക്ഷരങ്ങൾ എവിടെയാണ്, ഇങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള സംശയങ്ങളും നിങ്ങൾക്കുണ്ടാവും ഇല്ലേ? അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ മലയാള ഭാഷ എന്ന നമ്മുടെ മാതൃഭാഷ എങ്ങനെ നല്ല രീതിയിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ച് CCPLUS നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ പേര് വേറെ ഒന്നുമല്ല, കളരി എന്നാണ്. ഓക്കെ, പണ്ടൊക്കെ നമ്മുടെ മലയാള ഭാഷ പഠിച്ചിരുന്നത് നിലത്തെഴുതിയിട്ടാണ്. നിലത്തെഴുത്ത് പള്ളിക്കൂടങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അന്നൊക്കെ അക്ഷര കളരികൾ ഒരുപാടുണ്ട്. അതാണ് കളരി എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അക്ഷര കളരിയിലൂടെ, നിലത്തെഴുത്ത് പള്ളിക്കൂടങ്ങളിലൂടെയൊക്കെ മലയാള ഭാഷ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിലത്തെഴുതി പഠിക്കുകയും അക്ഷര കളരിയിലൂടെ അക്ഷരങ്ങൾ പഠിക്കുകയും അതുവഴി മലയാള ഭാഷ നല്ല രീതിയിൽ നേടുകയൊക്കെ ചെയ്തിരുന്ന തലമുറ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് മലയാളികളായ നമുക്ക് മലയാള ഭാഷ തെറ്റില്ലാതെ സംസാരിക്കാനോ എഴുതാനോ അല്ലെങ്കിൽ വായിക്കുവാനോ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു മോശമായിട്ടുള്ളൊരു കാര്യം പോലെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മലയാള ഭാഷ നമുക്ക് നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും നമ്മൾ കഴിവ് നേടണം ഇല്ലേ? അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എങ്ങനെ മറ്റു കാര്യങ്ങൾ നമ്മൾ നേടണം, അക്ഷരങ്ങൾ എങ്ങനെ നേടണം, അക്ഷരങ്ങളിലൂടെ നമ്മൾ ദീർഘാക്ഷരങ്ങളും അതുപോലെ കൂട്ടക്ഷരങ്ങളൊക്കെ നേടുന്നതിനെക്കുറിച്ച് ഓരോ ക്ലാസ്സുകളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ആരംഭിക്കാം. ഇപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചു, എങ്കിലും കുഴപ്പമില്ല. മലയാള ഭാഷ എങ്ങനെ എഴുതുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ലൈഡിലൂടെയും ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. ഇതിൽ നിങ്ങൾക്ക് വിശദീകരിക്കാനൊന്നുമില്ല. നോക്കി, എല്ലാവരും നോക്കുമ്പോൾ അക്ഷരങ്ങളാണ് അല്ലേ? അവിടെ ഇവിടെയൊക്കെ ആ ഉണ്ട്, ണ ഉണ്ട്, ഞാ ഉണ്ട്, അതുപോലെ തന്നെ മലയാള അക്ഷരമാലകൾ കൊണ്ടിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. എന്തിനാണ് ഈ ചിത്രം ഒരുക്കുന്നത് വെച്ചാൽ, നമുക്ക് മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട്, പക്ഷേ അക്ഷരമാല പലർക്കും അറിയില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ചിലപ്പോൾ എല്ലാവർക്കും അല്ല, ചുരുക്കം ചില കുട്ടികൾക്ക് അക്ഷരമാല എത്രയുണ്ടെന്ന് അറിയില്ല, എത്ര അക്ഷരങ്ങളുണ്ട് അക്ഷരമാല എന്ന് അറിയില്ല, അക്ഷരമാല മുഴുവനായിട്ട് എഴുതാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മലയാളം അക്ഷരമാല ആദ്യം നമ്മൾ
പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ പഠനത്തിലൂടെയാണ് നമ്മൾ എന്താണ് അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് വാക്യങ്ങളുമായിട്ട് നമ്മൾ മലയാള ഭാഷയെ സ്വായത്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നത് അല്ലേ? ആദ്യം റാ എന്നുള്ള അക്ഷരത്തിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അല്ലേ? ശരിയല്ലേ? എന്നാൽ അതിനു മുമ്പ് LKG ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒക്കെ നമ്മൾ എഴുതി പഠിക്കുമായിരുന്നു. അതിനുശേഷം അക്ഷരങ്ങളിലേക്ക് വരുന്നു. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് റാ എന്നുള്ള അക്ഷരമാണ്. ഈ റാ എന്നിൽ നിന്നും പിന്നീട് പല മറ്റു അക്ഷരങ്ങളിലേക്ക്, അത് രായും തായും ദായും ഒക്കെ ആയിട്ട് മാറിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എത്തുന്നത് ഏതക്ഷരത്തിലാണ്? അക്ഷരമാലയിലെ ആ എന്നുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ എത്തും അല്ലേ? ആ എന്നുള്ള അക്ഷരം നമ്മൾ എത്തും. അപ്പോൾ ആ ആയിൽ നിന്ന് പിന്നീട് നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്നു. സ്വരാക്ഷരങ്ങൾ പഠിച്ച് ഹൃദിസ്ഥമായതിനു ശേഷം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെ ഓരോ ഓർഡർ ഉണ്ട്, ഓരോരോ ക്രമമുണ്ട് നമുക്ക് മലയാള അക്ഷരമാല നമുക്ക് പഠിക്കുവാനായിട്ട്. അപ്പോൾ ഈ അക്ഷരമാലകൾ പഠിക്കുന്നത് മാത്രമല്ല ചെയ്യേണ്ടത്, പിന്നെന്താ ചെയ്യേണ്ടത്? നമുക്ക് ദീർഘാക്ഷരങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അല്ലേ? ദീർഘാക്ഷരങ്ങൾ അറിയണം അല്ലേ? ആ ദീർഘാക്ഷരങ്ങൾ നമ്മൾ എന്താണ് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ വാക്കുകൾ ചേർത്ത് എഴുതാൻ പഠിക്കണം ഇല്ല? നമ്മൾ ആദ്യം പഠിക്കുന്ന എന്താണ്? അക്ഷരമാലയെ അറിഞ്ഞുള്ള പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്ഷരമാലയെ അറിഞ്ഞിട്ട് വേണം നമുക്ക് വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ്? ആ എന്നുള്ള അക്ഷരം ചേർത്തിട്ട് അമ്മ എന്ന് എന്താണ് നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതുപോലെ ത എഴുതിയിട്ട് തറ എന്ന് പഠിച്ചിട്ടുണ്ടാവും. പ എന്നിട്ട് പറവ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും കുറച്ചുകൂടി കൂട്ടക്ഷരങ്ങളോ ദീർഘങ്ങളോ ചില്ലക്ഷരങ്ങളോ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ എവിടെയൊക്കെയോ തെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും ഇല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണം. നല്ല നല്ല ക്ലാസ്സുകളിലൂടെ നമുക്ക് അക്ഷരങ്ങളെ നേടണം. ഓക്കെ, ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന വാക്ക് എഴുതുമ്പോൾ ഇപ്പോൾ ആ എന്നുള്ള വാക്ക് അക്ഷരം, ആ എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ട് അമ്മ എന്ന് പറയുന്ന വാക്ക്, അതുപോലെ അണ എന്നുള്ള വാക്ക്, അതുപോലെ അരണ എന്നുള്ള വാക്ക്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. എന്നാൽ അനുഗ്രഹീതൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്ന വാക്ക് ചിലപ്പോഴൊക്കെ എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ തെറ്റുകൂടാതെ നമുക്ക് മലയാള അക്ഷരങ്ങൾ നേടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് സ്വായത്തമാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഓക്കെ, ഇവിടെ നോക്കി, ഞാൻ കുറച്ച് സ്വരാക്ഷരങ്ങൾ, നമ്മുടെ മലയാള അക്ഷരത്തിലെ സ്വരാക്ഷരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ നോക്കൂ, എന്താണ് ഇവിടെ? ആ ആ അല്ലേ? സ്വരാക്ഷരങ്ങൾ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടിട്ട് പ്രൊനൗൺസിയേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എത്ര ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആ തുടങ്ങി ആ വരെയുള്ളത് അല്ലെ? ആ തുടങ്ങി ആ വരെയുള്ളതാണ് എന്ത്? നമുക്ക് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഈ സ്വരാക്ഷരങ്ങൾ നമ്മൾ ആദ്യം പഠിക്കും. അല്ലേ? കൂട്ടുകാർ പഠിച്ചിട്ടില്ലേ സ്വരാക്ഷരങ്ങൾ ഇല്ലേ? എന്താണ്? ആ ആ ഈ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇതേ രൂപത്തിൽ തന്നെ ക എന്നുള്ള അക്ഷരം എഴുതാനും അതുപോലെ ത എന്നുള്ള അക്ഷരം എഴുതാനും പ എന്നുള്ള അക്ഷരം എഴുതാനും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകും. ചിലപ്പോൾ, എല്ലായ്പ്പോഴും അല്ല കേട്ടോ, ചിലപ്പോൾ ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ദീർഘാക്ഷരങ്ങൾ പഠിക്കണം, ദീർഘങ്ങൾ നമ്മൾ പഠിക്കണം. സ്വരാക്ഷരങ്ങളുടെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായുടെ സ്ഥാനത്ത് വരുമ്പോൾ അത് എന്താകും എന്ന് നമ്മൾ പഠിക്കണം. അവിടെ കാക്ക് ദീർഘം ആയുടെ ചിഹ്നമായ ഈ ചിഹ്നം ദീർഘമിടണം. അപ്പൊ അവിടെ കാ എന്ന് പഠിക്കണം. എന്ന് കാ വെച്ച് കഴിഞ്ഞാലോ കാക്ക എന്ന് പറയണം. ഓക്കെ, കാലം എന്ന് പറയണം. ഇങ്ങനെ വളരെ രസകരമാണ് നമുക്ക് മലയാളം പഠിക്കാനായിട്ട്. എന്താണ്? നമ്മുടെ ദീർഘവും സ്വരവും ഒക്കെ ആയിട്ട് നമുക്ക് രസകരമായിട്ട് നമുക്ക് പഠിക്കാം അല്ലേ? കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റി കൊടുക്കാനുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ കൂട്ടുകാരല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കവിതകളിലൂടെ നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാം. അങ്ങനെയുള്ള കഥകളിലൂടെ നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെ സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സ്വരാക്ഷരങ്ങൾ ആദ്യം മനസ്സിൽ ഹൃദിസ്ഥമാക്കണം. എന്നാൽ സ്വരാക്ഷരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അക്ഷരം വ്യക്തമായിട്ട് എഴുതാൻ പഠിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാ എന്നുള്ള അക്ഷരത്തിലൂടെയാണ് ആദ്യം തന്നെ അല്ലേ? പിന്നീടാണ് നമ്മൾ മറ്റു അക്ഷരങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, റാ എന്നുള്ള ഒരു അക്ഷരം ഇല്ലേ? റാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ആദ്യം എഴുതാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു ഇല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? റാ റാ എന്നിങ്ങനെ എഴുതി പോകാൻ വളരെ സിമ്പിൾ ആണ്. റാ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അത് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു? രാ എന്നുള്ള അക്ഷരമായിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലേ? റാ എന്നുള്ള അക്ഷരം എന്തായിട്ട് മാറി?
രാ എന്നുള്ള അക്ഷരമായിട്ട് മാറി അല്ലേ. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി, റാ ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ രായായിട്ട് മാറി, റായും രായായിട്ട് മാറി. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്തായിട്ട് മാറി, താ എന്നുള്ള അക്ഷരമായിട്ട് മാറി ഇല്ലേ. താ എന്നുള്ള അക്ഷരമായിട്ട് മാറി. അപ്പോൾ നമുക്ക് റാ കഴിഞ്ഞു, രാ കഴിഞ്ഞു, താ കഴിഞ്ഞു ഇല്ലേ. ഇനി നമുക്ക് എന്താണെന്ന് നോക്കി, ഈ റാ ഇങ്ങനെ പകുതിക്ക് എഴുതിയിട്ട് ഇത് ഇങ്ങനെ ഒരു കുനിപ്പോട് കൂടി എഴുതിയിട്ട് ഇങ്ങനെ വളയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. എന്താണ്, റാ ഇങ്ങനെ എഴുതിയിട്ട് മുഴുവനാകാതെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുനിപ്പോട് കൂടി ഇങ്ങനെ ചരിച്ചെഴുതാൻ പറഞ്ഞു. അപ്പൊ അതെന്ത് അക്ഷരമായി മാറി, നമ്മൾ വ്യഞ്ജനത്തിലെ തന്നെ ദാ എന്നുള്ള അക്ഷരത്തിലേക്ക് പോയി. ഓക്കെ, ഇനി ഈ അക്ഷരം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയാണ്, റാ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ദാ എഴുതുക. ദാ പഠിച്ചു. ദാ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു റാ ഇങ്ങനെ കൂട്ടി എഴുതുക. ഓക്കെ, എന്താണ്, റാ എഴുതി കഴിഞ്ഞിട്ട് ദാ എഴുതി കഴിഞ്ഞിട്ട് റാ കൂട്ടി എഴുതുക. അതിനോട് കൂടി തന്നെ അതിൻ്റെ മുകളിൽ കൂടി രാ എഴുതുക. അപ്പോഴെന്ത് അക്ഷരമായിട്ട് മാറി, ആ എന്നുള്ള അക്ഷരമായിട്ട് മാറി. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാണ് മാറിയത്, ആദ്യം റാ എഴുതി, പിന്നെ രാ എഴുതി, പിന്നെ ദാ എഴുതി, പിന്നെ റാ എഴുതി, പിന്നെ ദാ എഴുതി, പിന്നെ റാ എഴുതി, പിന്നെ രാ എഴുതി. അപ്പോൾ ആ എന്നുള്ള അക്ഷരത്തിലേക്ക് മാറി ഇല്ലേ. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ പ്രാധാന്യമുള്ള വഴികളിലൂടെയൊക്കെ നമുക്ക് അക്ഷരങ്ങളെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അധ്യാപികമാർ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എവിടെയൊക്കെയോ ചില സന്ദർഭങ്ങൾ മൂലം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങൾ നേടുക എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം എന്താണ് മലയാള അക്ഷരങ്ങൾ നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് കിട്ടാത്തത്. ഓക്കെ, നോക്കി, ഞാൻ സ്വരാക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഓരോന്നോരോന്നും പഠിക്കണോട്ടെ. ഞാനിപ്പോൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി ക്ലാസ്സുകളിലൂടെ ഒക്കെ നമ്മൾ എന്താണ് ഓരോ അക്ഷരങ്ങൾ എങ്ങനെ പഠിക്കണം, ഓരോ അക്ഷരം എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. എന്താണ് ഇവിടെ അടുത്ത് വ്യഞ്ജനാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് പണ്ടല്ലേ, കാ ഇ ഖ ഗാ ഇ ഖ ങ എന്നൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിലും അല്ലേ. നമ്മളത് ഒരു പണ്ട് തുടങ്ങി ആരോ പറഞ്ഞു വെച്ച പോലെ തന്നെ ഇപ്പൊ ഞാനും ഒക്കെ പഠിച്ചേക്കണാണ് കാ ഇ ഖ ഗാ ഇ ഖ എന്നൊക്കെ. പക്ഷെ നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ്, കാ ഇ ഖ എന്ന് പറയുന്നത് ഈ കൂട്ടി പറയാൻ പാടില്ല. എങ്ങനെയാ പറയേണ്ടത്, കാ ഘ ഗാ ഘ ങ എന്നാണ് പറയേണ്ടത്. ഓക്കെ, കാ ഘ ഗാ ഘ ങ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ച ഝ ജ ഝ ഞ എന്നാണ് പറയേണ്ടത്. അതുപോലെ ടാ ഢ ഡ ഠ ണ. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും നല്ല ബലത്തിൽ പറയേണ്ടത്, നല്ല ചുരുക്കി പറയേണ്ടത് എന്ന രീതിയിൽ നമുക്ക് അക്ഷരമാലയിലുണ്ട്. അതാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ പ്രത്യേകത. മനസ്സിലായോ? വ്യഞ്ജനാക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്, നമ്മൾ ശക്തിയായി പറയേണ്ട സ്ഥലത്ത് ശക്തിയായി പറയണം, ചുരുക്കി പറയേണ്ട സ്ഥലത്ത് ചുരുക്കി പറയണം, ഒതുക്കി പറയേണ്ട സമയത്ത് ഒതുക്കി പറയണം. അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ അവസാനമായിട്ട് യാരാലാവ ഷ ഷ. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു അക്ഷരമാണ് ഷ അല്ലേ കൂട്ടുകാരെ. ഷായും ഷായും അല്ലേ മക്കൾക്ക് പലർക്കും തെറ്റിപ്പോവാറുണ്ട് അല്ലേ. ഷായും ഷായും പറയേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെ ചില സമയത്തൊക്കെ ഒരുപോലെ ആയിട്ട് മാറാം. മിക്കപ്പോഴും പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്താണ് ഏത് ഷായാണ്, ഇപ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ എഴുതാൻ പറയുമ്പോൾ ഏത് ഷായാണ് എന്ന് ചോദിക്കാറുണ്ട് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഷ എന്നതിൻ്റെ ഉച്ചാരണവും ഷ എന്നതിൻ്റെ ഉച്ചാരണവും കൃത്യമായിട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കണം, അതെല്ലാം നമുക്ക് പഠിക്കണം. ഷ വേറെയാണെന്നും ഷ വേറെയാണെന്നും രാ വേറെയാണെന്നും റാ വേറെയാണെന്നും ഒക്കെ നമുക്ക് പഠിക്കണം. അങ്ങനെ കൃത്യമായ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ മലയാളം എഴുതാനും വായിക്കാനും പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വ്യഞ്ജനങ്ങൾ നമുക്ക് പഠിക്കണം. നേരത്തെ എന്താ പറഞ്ഞത്, സ്വരാക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ വ്യഞ്ജനം പറഞ്ഞു. ഇങ്ങനെ വ്യഞ്ജനങ്ങളും സ്വരാക്ഷരങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് എന്താണ്, നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു 5 അക്ഷരങ്ങളാണ് നമ്മുടെ മലയാളത്തിലുള്ളത്. വേറൊന്നുമല്ല, ചില്ലക്ഷരങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. എന്താണ്, ഇൽ ഇർ എൺ എൾ ഇൻ. എന്താണ്, ഇൽ ഇർ എൺ എൾ ഇൻ എന്നുള്ള 5 ചില്ലക്ഷരങ്ങളുണ്ട്. ഈ 5 ചില്ലക്ഷരങ്ങളും ചിലപ്പോൾ നമ്മളെ വല്ലാതൊന്ന് കുഴപ്പിക്കും. അതായത് ചിലപ്പോൾ അവർ, ഞാൻ, അവൻ, എന്താണ് വെണ്മ,
അവൾ എന്നൊക്കെ പറയുന്നതിന് ഉദ്ദേശിക്കുന്നതിൽ ഏത് ആണ്, ഇന്നേതാണ്, ഏതാണ് എന്ന് ഒന്ന് വ്യക്തമാകാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചില്ലക്ഷരങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് നമുക്ക് മലയാളത്തിൽ 5 ചില്ലക്ഷരമാണ് നമുക്കുള്ളത്. എന്താണ്? ഇൽ, എർ, എൻ എന്നുള്ള ചില്ലക്ഷരങ്ങൾ. ഇതും കൂടി വരുമ്പോൾ നമ്മുടെ അക്ഷരമാല പഠനം പൂർത്തിയാകും. അപ്പോൾ ആദ്യം സ്വരങ്ങൾ പറഞ്ഞു, പിന്നെ വ്യഞ്ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ചില്ലക്ഷരങ്ങൾ പറഞ്ഞു. നമുക്ക് ഓരോ ക്ലാസ്സിലും നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ഏതൊക്കെ അക്ഷരം ഏതൊക്കെ രീതിയിൽ പഠിക്കണമെന്ന് പറയും, വ്യഞ്ജനാക്ഷരങ്ങളിലെ ഏതൊക്കെ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ എഴുതണമെന്നും എങ്ങനെ ഉച്ചരിക്കണമെന്ന് പറയും. അതുപോലെ ചില്ലക്ഷരങ്ങളും നമുക്ക് എങ്ങനെയാണ് നേടണമെന്നതിനെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഇനി നമ്മളുടെ നോക്കി ആ എഴുതുന്ന രീതി, ആ എന്നുള്ള അക്ഷരം എന്ന രീതിയിൽ എഴുതിയേക്കുന്നതാണ്. നോക്കൂ എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. ഇങ്ങനെ ഒരു കുനിപ്പോട് കൂടി ദാ പോലെ എഴുതി, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് റാ പോലെ എഴുതി, അവിടെ നിന്ന് എങ്ങനെയായിട്ട് മാറി? രായായിട്ട് മാറി ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ആ എന്നുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ എത്തും. പല മക്കൾക്കും എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയില്ല. പലരും തെറ്റിച്ചെഴുതാറുണ്ട്. ചില ആയൊക്കെ എഴുതുമ്പോൾ ആയുടെ ഈ ഒരു കുനിപ്പ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പുറത്തേക്ക് ഇടാറുണ്ട്, ആ പോലെ എഴുതാറുണ്ട്. ചിലപ്പോൾ അത് എഴുതാറില്ല. എന്താണ്? ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടും. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറിയിട്ട് നമുക്ക് ആ എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എങ്ങനെയാണ്? ഇങ്ങനെ നല്ല ഉരുണ്ട അക്ഷരമായിട്ട് മാറും. നമ്മുടെ മലയാള അക്ഷരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഉരുണ്ട അക്ഷരങ്ങളാണ്. മനസ്സിലായോ? നീളത്തിലോ അല്ലെങ്കിൽ എന്താണ് ചരിഞ്ഞിട്ടോ ഉള്ള അക്ഷരങ്ങളോ ഒന്നുമല്ല മലയാളത്തിൽ. നല്ല വടിവൊത്ത ഉരുണ്ട അക്ഷരങ്ങളാണ് മലയാള അക്ഷരങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ആ എന്ന് പറയുന്ന അക്ഷരം തന്നെ എഴുതുന്നത് പ്രത്യേക രീതിയിലാണ് അല്ലേ? വളരെ രസകരമായിട്ട് നമുക്ക് ആ എഴുതാനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ എന്നുള്ള അക്ഷരം നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് എന്താണ് നോക്കിയ മണ്ണിൽ എഴുതിയ ഒരു പിക്ചറാണ് കൊടുത്തത്. ആ കണ്ട, ആ എന്നുള്ള അക്ഷരം കഴിഞ്ഞിട്ട് അടുത്തത് ആ എന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കുന്നു അല്ലേ? ആന എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ എഴുതിയേക്കണം നോക്കൂ. ആയുടെ രീതി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ എന്താണ്? ഒരുപാട് കുനിപ്പുകളും ഒക്കെ ആയിട്ടൊക്കെ മാറിയതാണ്. എന്താണ്? ആ, അതുപോലെ ആ എന്ന രീതിയിലേക്ക് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നു അല്ലേ? വളരെ രസകരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. പക്ഷെ പലരും എഴുതി വരുമ്പോൾ ഈ പറയുന്ന വടിവൊത്ത അക്ഷരം ചിലപ്പോൾ നീളത്തിലോ അല്ലെങ്കിൽ ചുരുങ്ങിയ രൂപത്തിലോ ഒക്കെ ആയിട്ട് മാറാം. അങ്ങനെ ഒരിക്കലും നമ്മുടെ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ എഴുതാൻ പാടില്ല. ഓക്കെ, പിന്നെ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനടുത്ത് ശ്രദ്ധിക്കേണ്ടത്? ദീർഘങ്ങളാണ്. അക്ഷരങ്ങളിലെ ദീർഘങ്ങളാണ്. ഓക്കെ, എന്താണ്? ആ എന്നതിൻ്റെ ദീർഘം, അതുപോലെ ഈ എന്നതിൻ്റെ ദീർഘം, ഊവിൻ്റെ ദീർഘം, റിന്റെ ചിഹ്നം, അതുപോലെ എയുടെ ചിഹ്നം, ഓയിൻ്റെ ചിഹ്നങ്ങൾ. ഓയിൻ്റെ ചിഹ്നങ്ങളും ഓയുടെ ചിഹ്നങ്ങളൊക്കെ പലരും പല സമയത്തും തെറ്റിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന എയുടെയും എയും ഓയും എല്ലാവർക്കും വളരെ സംശയമാണ്. ഏതാണ്? ഇപ്പോൾ കോഴി എന്ന് എഴുതുമ്പോൾ പലരും ചിലപ്പോൾ അത് ഈ ഹ്രസ്വം അക്ഷരം എഴുതും. ഇതിനെ ഹ്രസ്വം എന്നാണ് പറയുന്നത് കേട്ടോ. ഹ്രസ്വം എന്നാണ്, ഇതിനെ ദീർഘം എന്നാണ് പറയുന്നത്. അപ്പോൾ ദീർഘം എഴുതേണ്ട സ്ഥലത്ത് ഹ്രസ്വം എഴുതും. അപ്പോൾ ഹ്രസ്വം എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കോഴി എന്നൊക്കെ എഴുതുമ്പോൾ എന്തായിരിക്കും വായിക്കുക? കൊഴി എന്ന രീതിയിൽ വായിക്കേണ്ട വരും. അപ്പോൾ അങ്ങനെ തീരെ നിസ്സാരമായ തെറ്റുകളൊക്കെ പലരും വരുത്താറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഏതൊക്കെയാണ് ദീർഘാക്ഷരങ്ങൾ, ഏതെല്ലാം അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ്. അതൊക്കെ നമുക്ക് മാറ്റണം. ഓക്കെ, കളരിയിലൂടെ എല്ലാം നിങ്ങൾക്ക് അത് മാറ്റിത്തരും. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം ഇനി എല്ലാ ക്ലാസ്സുകളിലും ഓരോരോ പുതിയ പാഠങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, ഇതൊരു ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. അപ്പോൾ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക്, ആ ഭാഷ, മലയാളം എന്നുള്ള ഭാഷ നമുക്ക് നേടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അക്ഷരങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം. അക്ഷരങ്ങൾ നമ്മൾ നേടണം. തെറ്റില്ലാതെ മലയാളം എഴുതാനും വായിക്കാനുമുള്ളൊരു കഴിവ് നമുക്ക് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ കുറവ് നമ്മൾ മാറ്റണം. മലയാള ഭാഷയിൽ നമുക്ക് വലിയ വിദുഷികളായി മാറാനല്ല ഞാൻ പറയുന്നത്. തെറ്റില്ലാതെ നമ്മുടെ മാതൃഭാഷ എഴുതാനും വായിക്കാനുമുള്ളൊരു കഴിവ് എല്ലാ കുട്ടികളും നേടണം. അതിനു വേണ്ടിയിട്ടാണ് കളരി
CCPLUSന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അക്ഷര കളരി എന്ന് പറയുന്ന ഈ കളരിയിലേക്ക് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അക്ഷരങ്ങൾ എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഓരോ അക്ഷരവും ഓരോ ക്ലാസ്സിൽ ഓരോ അക്ഷരങ്ങൾ 1-2 അക്ഷരങ്ങൾ എടുത്തിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതിനെക്കുറിച്ചും ഉച്ചരിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.